പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. സത്യത്തിന്റെ മുഖം എപ്പോഴും വികൃതമായിരിക്കും എന്ന് പറയുന്നതിന്റെ കൂട്ട് ഇത് എന്നെ കണ്ട എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തില് എന്താ പറയുന്നത്, ഈ ഭരതനാട്യത്തിനെ കുഞ്ഞിക്കത്തില്ലേ, അതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായത്രി. ഇതാണ് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? എന്താ പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുകയാണ് ഇങ്ങനൊരു ഫോട്ടോ എടുത്തിട്ട് എനിക്കിത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം എന്നൊന്ന്. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു റെട്രോ സ്റ്റൈലാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഈ 80s 90s ലുക്ക് നമ്മുടെ അമ്മമാരൊക്കെ കോളേജിൽ കൊണ്ടിരിക്കില്ല, അതിന് മുമ്പുള്ള കാലമല്ലേ, അപ്പം മറ്റേ ഇങ്ങനെ ഷീലൊക്കെ അതുപോലുള്ളൊരു ലുക്ക് വരികയെന്നാണ് ഞാൻ ഇന്ന് വിചാരിക്കുന്നത്. അപ്പം അതിലൂടെ ഞാൻ ടോണറൊക്കെ ഇട്ട് വെച്ചേക്കാണ്. ഞാൻ ഫേസിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുടി കെട്ടും കണ്ണാണ് കേട്ടോ. അവരുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തലമുടി കെട്ടും കണ്ണാണ്. അപ്പം നമുക്ക് നമ്മുടെ ബേസിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, അപ്പം ബേസിൽ നല്ല തുടങ്ങാം അല്ലേ. അപ്പം നമുക്ക് ആദ്യം മോയ്സ്ചറൈസിങ് ക്രീം ഇടാം. ഓക്കെ, മോയ്സ്ചറൈസിങ് ക്രീം കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടില്ലായിരുന്നോ? കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും എന്നെ കളിയാക്കും, ഇപ്പോൾ റിലേറ്റീവ്സ് ആണെങ്കിലും എല്ലാം കളിയാക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ അടുത്ത് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ സിമിലാരിറ്റി ഉണ്ടായിരുന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് സംസാരിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. അപ്പം ഇന്ന് എനിക്ക് ഫ്ലോപ്പ് ആവോ ഇതാവുമെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ട്രൈ ചെയ്യണമല്ലോ, നമ്മൾ ട്രൈ കണ്ട് വീഴണമല്ലോ. അപ്പം അങ്ങനെ നമുക്ക് ഞാൻ മോയ്സ്ചറൈസർ ഒക്കെ ഇട്ടു. ഇനി നമുക്ക് 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ എത്ര നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞാൽ എൻ്റെ ലുക്ക് കൂടുതലായിരുന്നത് എൻ്റെ ഈ പിരിവാണ് കേട്ടോ. പണ്ട് തൊട്ടേ എനിക്ക് പിരിവില്ല, എന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ ഇല്ല. ഞാൻ പിന്നെ ത്രെഡ് ചെയ്തൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എൻ്റെ പിരിവ് ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നതാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിന്ന് ആദ്യം പിരികത്തിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, എനിക്കുണ്ടല്ലോ ഉള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഐബ്രോ എനിക്കിനി എഴുതാൻ അറിയാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇത് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ കണ്ണാടിയിലോട്ട് നോക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്കൊരുമാതിരി നമ്മൾ പണ്ട് LKG ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ അമ്മമാർ നമ്മൾ സ്കൂളിലോട്ട് വരത്തില്ല, ആ ഒരു ലുക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊതുവേ അങ്ങനെ എന്താ പറയുന്നത്, ഈ ഐബ്രോ എഴുതുന്നതിനോട് എനിക്കിങ്ങനെ വലിയൊരു ഇൻട്രസ്റ്റും ഇല്ല. എനിക്കെന്തോ എന്നെ കാണുമ്പോൾ ഒരു കോമഡി ലുക്കാണ് തോന്നുന്നത്. പക്ഷേ കണ്ട കോമഡി ആവുന്ന ലക്ഷണങ്ങളല്ല. ബാക്കി എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ ഇനി 2-3 പാട്ടുകളൊക്കെ പാടാൻ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പിരിക്കം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വരുത്തിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ ഐഷാഡോ ഇട്ടു. അപ്പോൾ നമ്മൾ അങ്ങനെയല്ല ചെയ്യാൻ വന്നത്. അപ്പോൾ നമ്മൾ കണ്ണ് പൊളിക്കണം കേട്ടോ. നമ്മളിവിടെ കണ്ണിൻ്റെ മേക്കപ്പ് കൊണ്ട് ആൾക്കാർ പറഞ്ഞു, എൻ്റെ പൊന്നി ആ ഗായത്രി ഉണ്ടല്ലോ, ഗായത്രി മേക്കപ്പിൽ ഇപ്പോൾ പുലിയായെന്ന് ഞാൻ ആൾക്കാരെ കൊണ്ട് പറയുകയും. അപ്പം നമുക്ക് ആ വക പരിപാടികളായിട്ട് വേണം ഇന്ന് നമ്മളിത് ചെയ്യാം. ഓക്കെ, അതെ, ഇതൊരുമാതിരിയിൽ നമ്മൾ മാത്സിൻ്റെയൊക്കെ എക്സാം എഴുതാൻ പോകത്തില്ലേ, എഴുതാൻ പോകുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ആലോചിക്കത്തില്ല അടുത്ത ഞാൻ ഇതുപോലെ കാണാതെ പഠിച്ച് വെച്ചേക്കാണ് കേട്ടോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതിനകത്തോട്ട് നോക്കും കേട്ടോ, അതാണ് പ്രശ്നം. ഓക്കെ, ആദ്യം നമ്മൾ നമ്മുടെ ഇങ്ങനൊരു ഇത് കൊടുക്കണം. ഓക്കെ, അപ്പം ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? കണ്ണിലൊക്കെ ആവുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐ മേക്കപ്പാണ്. ഓക്കെ ഗൈസ്, ഓക്കെയോ? സത്യം പറഞ്ഞാൽ ഉള്ള കാര്യം ഞാൻ പറയാലോ, നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്കതിലൊരു കോൺഫിഡൻസ് എത്തില്ലേ. ഇപ്പോൾ അതാണ് എൻ്റെ അവസ്ഥ കേട്ടോ. ഞാനിതിലെന്തോ ഒരു പ്രോ ആയെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ നിങ്ങളുടെ വിശ്വാസം ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് എനിക്ക് അറിയാൻ. പക്ഷേ ഇതെന്താണ് ഞാൻ കാണിക്കുന്നത്? ഗൈസ്, ട്രസ്റ്റ് ദ പ്രോസസ് ആണല്ലോ. അപ്പം നമ്മൾ ഇത് ചെയ്യാന്നുള്ളതിലുപരി നമ്മൾ അവസാനം ഏത് ലുക്കിലാവുന്നു എന്നനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പം തച്ചോളി നമുക്ക് സിനിമയ്ക്കകത്ത് അവരൊക്കെ ഒരുങ്ങി കണ്ടിട്ടുണ്ടോ? അപ്പം അവരുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണാണ് കേട്ടോ. അപ്പോൾ ആ കണ്ണ് അവർക്കൊക്കെ എങ്ങനെ ആര് വരച്ചു കൊടുക്കുന്നതെന്നാണ് ഞാൻ അറിയുന്നത്. അടിപൊളിയാണ്. എന്താണ് അതിൻ്റെ പേരെന്താണ് അമ്മ? ചീങ്കണ്ണി. അവിടെ എന്താണ് അങ്ങനെ പറഞ്ഞത്? നമ്മൾ ഒരുങ്ങി വരുന്നത് 80s 90s ആണെങ്കിലും ഇനി ഒരുങ്ങി വരുമ്പോൾ വൈശാഖാവോ ഒന്നും അറിയത്തില്ല. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തേ.
ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാനൊരു പാട്ട് പാടാം കേട്ടോ. പാട്ട് ഈ പാട്ട് ഞാൻ എപ്പോൾ പാടിയാലും എൻ്റെ ചേച്ചീൻ്റെ കളിയാക്കുന്ന വയസ്സ് എന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾ കോവിഡിന് ശേഷം അത്യാവശ്യം എല്ലാവരും സീരിയലൊക്കെ കാണുന്ന ഒരു വീടാണ് ഞങ്ങളുടെ വീട്. പക്ഷേ എന്ന് പറഞ്ഞാൽ അങ്ങനെ അഡിക്റ്റോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നല്ല സീരിയലുകൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തികളാണ് ഞങ്ങളുടെ വീട്ടിലുള്ളവർ. അപ്പോൾ സീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പവിത്രം സീരിയലിലെ ഒരു ടൈറ്റിൽ സോങ് ഉണ്ട് കേട്ടോ. എന്താണ്? ഞാൻ കാത്തൊരാ ശ്രീകോവിലിൽ അറിയാതേതോ മണിനിസ്വനം ഞാനോർത്തുരാ മന്ത്രങ്ങളിൽ നിൻ പേരിലായി ഗീതാഞ്ജലി. ഇങ്ങനെ തുടങ്ങുന്നൊരു പാട്ടുണ്ട് കേട്ടോ. എന്ത് രസമാണെന്നറിയോ ആ പാട്ട് പാടുന്നത് കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് എഴുതി വെച്ചിട്ട് കണ്ണ് പറയുന്ന കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് ഒരുങ്ങി വെച്ചിട്ട് നമ്മൾ കണ്ട് ഇവിടുന്ന് ഒരു അമ്പ് പോലെ ഒരു സാധനം കേട്ടോ. ഓക്കെ, ആക്ച്വലി അത് പാടിപ്പോയി ഗൈസ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. മനസ്സിലായോ? ഉണ്ട്, ഈ ഐറ്റം കിട്ടണം. ഇനി ഇത് മൊത്തത്തിൽ കണ്ടിട്ട് ഒരു കോമഡി ലുക്ക് ഉണ്ടല്ലേ? ഇല്ല ഗൈസ്, കഴിഞ്ഞ വട്ടം നമ്മുടെ ഇതിനെക്കാട്ടി നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി നല്ലല്ലോ ഒന്നില്ലേ. അപ്പോൾ ഈ വട്ടം ഞാൻ പോയി. ഓക്കെ, അതെ ശ്രീകോവിൽ പോലെ ആയി കണ്ണ്. എൻ്റെ പൊന്നെ, സ്വന്തമായിട്ട് ഓരോ ചളി പറഞ്ഞിട്ട് സ്വന്തമായിട്ട് ഇരുന്ന് ചിരിക്കുക. ഒരു ലേശം ഉടുപ്പ് പോലും ഇല്ല. ബിക്കോസ് ഞാൻ പണ്ടേ ഇങ്ങനെയാണ് കേട്ടോ. എൻ്റെ കോമഡി പറഞ്ഞ് ചിരിക്കാൻ ഇനി ഞാൻ എക്സ്ട്രാ ഒരാളുടെ ആവശ്യം പണ്ടും വന്നിട്ടില്ല, ഇന്നും വന്നിട്ടില്ല. ഓക്കെ, നമ്മൾ സത്യം പറഞ്ഞാലേ നമ്മളിപ്പോൾ ഒരു ആൾക്കൂട്ടത്തിന് മുമ്പിച്ച് നമ്മളൊരു കോമഡി പറഞ്ഞാന്നിരിക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്നും അത് കേട്ട് ചിരിക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വന്തമായിട്ട് നമുക്കൊരു നാണക്കേടൊക്കെ തോന്നാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നാട്ടക്കേസായിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സ്വന്തമായിട്ടൊക്കെ ചിരിക്കണം. അപ്പോൾ പിന്നെ അപ്പോൾ കൂടെ നിൽക്കുന്നവർക്ക് തോന്നും അവരെന്തോ കോമഡിയാണ് അടിച്ചത്, അല്ലെങ്കിൽ വിചാരിക്കും ഈ പെണ്ണിന് ഭ്രാന്താണെന്ന് വിചാരിക്കും. ഇതിലേതെങ്കിലും ഒന്ന് നടക്കും. അതുകൊണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ ചിരിക്കുക, അല്ലെങ്കിൽ മിണ്ടാതെ നിൽക്കുക. മിണ്ടാതെ നിന്നാൽ ഒരാഴ്ചത്തേക്ക് കൂക്കാനുള്ള വകുപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു പണ്ടത്തേക്ക് ഒരു നായികയ്ക്ക് ഒരു കുപ്പി ആയില്ലായിരുന്നു, അതായിരുന്നു തോന്നുന്നു കണക്ക്. അപ്പോൾ ഇനിയാണ് നമ്മുടെ മാസ്റ്റർ പീസ് ആയിട്ട് കേട്ടോ. ഇനി താണ്ട് നമ്മൾ ഈ വാൽ അങ്ങോട്ട് ഇട്ടിട്ട് നമ്മളാണ്ട് ഇങ്ങനൊരു താണ്ട് ഈ ഒരു കണാപ്പി ഉണ്ട, ഈ ഒരു സാധനം കണ്ട, ഇത് ഉണ്ട് ഇങ്ങനെ മീൻവാല് പോലെ തോന്നും. അതാണ് നമ്മുടെ ഐറ്റം. ഓക്കെ. ആക്ച്വലി എൻ്റെ കണ്ണ് പറയുന്ന ഒരു കുപ്പി അതിലെങ്കിലും തീർന്ന പിള്ളേർ ഇത് എഴുതിയിട്ടുണ്ട്. സെറ്റ് സെറ്റ് എങ്ങനെയുണ്ട് ഇപ്പം നിങ്ങൾക്കൊന്നും തോന്നില്ല കേട്ടോ. പക്ഷേ തോന്നുന്നു ഇങ്ങനെ കുറച്ച് കൈ പറ്റിയിട്ട് മായിച്ചിട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ കുറച്ച് ഐഷാഡോ എടുത്തിട്ട് വൃത്തികെട്ട രീതിയിൽ തേച്ച് വെക്കുക. ഓക്കെ, ഇതൊക്കെ ടിപ്പാണ് കേട്ടോ. പൈസ എടുത്തിട്ടാണ് ആൾക്കാരുടെ അടുത്ത് നിന്ന് പഠിച്ചിട്ട് പോകുന്നത്. എന്നാലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പറഞ്ഞു തരുന്നത് എനിക്ക് നിങ്ങളുടെ അടുത്തുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. സ്നേഹം മാത്രം. ഓക്കെ, ഈ ഒരു പോയിന്റ് വരെയും ഞാൻ വിശ്വസിക്കുന്നത് ട്രസ്റ്റ് പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഈ ഒരു നിമിഷത്തിൽ എൻ്റെ കോൺഫിഡൻസ് കംപ്ലീറ്റ് പോയിരിക്കുകയാണ് ഗൈസ്. ഒരു പ്രതീക്ഷയുടെ പുറത്ത് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു. രണ്ടാമതൊരു വട്ടം കൂടെ നോക്കാനുള്ളൊരു ഒരു ശക്തി കണ്ണും കൂടെ എഴുതിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഐലൻഡ് തീർന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ വരും. നമ്മൾ ഇപ്പോൾ രക്ഷപ്പെട്ട് എങ്ങനെയാണെങ്കിലും നമ്മൾ ആ ഒരു ലുക്ക് എത്തിയാൽ മതിയല്ലോ. അപ്പം ഈ ഒരു ലുക്ക് കാണുമ്പോഴേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ എന്ത് കോമഡി ലുക്കാണ് നിങ്ങളൊന്ന് നോക്ക്. എനിക്ക് ചിരി വരുന്നത് എനിക്ക്. അപ്പം നമുക്ക് കമ്മലൊക്കെ വീഡിയാലോ. കമ്മലൊക്കെ ഒരു ഒന്നും കൂടെ ക്യാമറയുടെ അടുത്ത് വന്ന് നോക്കാനുള്ള ഒരു ത്രാണി എനിക്കില്ല കേട്ടോ. എന്നുവെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഏകദേശം. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹെയർ നമുക്ക് അതുപോലെ കിട്ടണം. ഓക്കെ, അപ്പം ഹെയർ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ തലമുടി സെൻട്രൽ പാർട്ടീഷൻ അങ്ങോട്ട് എടുക്കുക. എടുത്തിട്ട് സെൻട്രൽ പാർട്ടീഷൻ അവിടെ നിന്ന് തന്നെ ഇങ്ങനെ അല്ല ഇവിടുന്ന് വയ്യ. സെൻട്രൽ പാർട്ടീഷൻ അവിടെ നിന്ന് തന്നെ ഇവിടുന്നാണ് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് ഇങ്ങനെയാണെന്ന് തോന്നുള്ളേ. തലമുടി കെട്ടാൻ അറിയാതെ ഞാൻ ഇത്രയൊക്കെ തന്നെ കാണിക്കുന്നത് തന്നെ ഞാൻ എൻ്റെ ഹാർഡ് വർക്ക് നിങ്ങൾ നമിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ ദാണ്ട് ഈ എടുത്ത സാധനം നമ്മൾ ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ കിട്ടും. ഇതെന്ന് പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. സത്യത്തിൻ്റെ മുഖം എപ്പോഴും വികൃതമായിരിക്കും എന്ന് പറയുന്നതിൻ്റെ തൊട്ട് ഇത് എന്നെ കണ്ട് എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ എന്താ പറയുന്നത് ഈ ഭരതനാട്യത്തിനൊക്കെ ഒരുങ്ങിയതില്ലേ അതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഞാൻ കുറച്ച് പൂവൊക്കെ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സഹായം ഇല്ല ഒരുങ്ങുന്നവർ തന്നെ നിങ്ങൾ നമിക്കണം. ഇവിടെ നോക്കണം, ഇവിടെ നോക്കാല്ലേ, ഇവിടെ നോക്കാല്ലേ. ഹൃദയം സിനിമയിൽ പറഞ്ഞതിൻ്റെ കൂട്ട് ഈ ഒരു സാധനം വെക്കുമ്പോഴാണ് നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആകുന്നത് കേട്ടോ. ഏകദേശം ഇത് ഇച്ചിരി പൊക്കി ഇടണം കേട്ടോ. അമ്മ പറഞ്ഞ് പൊക്കി ഇടുമ്പോഴാണ് അന്നൊക്കെയുള്ളത് അങ്ങനെയാണ് ഇടുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഡ്രസ് പ്രോസസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. നമ്മുടെ കമ്മലാണ് കേട്ടോ. അപ്പം ഞാൻ അന്നത്തെ ഫോട്ടോ ഒക്കെ നോക്കിയിട്ട് ഏകദേശം അതുപോലുള്ളൊരു കമ്മൽ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണെന്ന് തോന്നുന്ന ഐറ്റം.
എൻ്റെ അല്ലെങ്കിൽ അതുപോലെ ഇരിക്കുന്ന ഈ ഒരു കമ്മലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇത് ഇട്ടേ പറ്റത്തുള്ളൂ. ഉദയനാണ് തരുന്നത് മീന് കാരണ്ടാണ് നട്ടം കണ്ട് മടി വിളിക്കാൻ കോട്ടിന് വരുമാ നീ അതുപോലെ ഉണ്ടല്ലേ. പക്ഷെ ഇത്ര ഒക്കെ വിചാരിച്ചിട്ടുണ്ട്. മേക്കപ്പ് കുതിരയാണെങ്കിലും അവസരം വേണ്ടി ലുക്ക് കറക്റ്റായിട്ട് വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മളത് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ സാരി കൊടുത്തിട്ട് വരാം ഗൈസ്. അപ്പോൾ എല്ലാം സെറ്റായെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ ഈ പൊങ്ങ അങ്ങോട്ട് പൊങ്ങിയില്ലല്ലേ. എനിക്ക് തന്നെ ചിരി വരുന്നത് എന്നെ കണ്ടിട്ട്. പക്ഷെ അമ്മ ഞെട്ടും കേട്ടോ, അമ്മ ഞെട്ടും. ഇത് കണ്ടെൻ്റെ അമ്മ ഞെട്ടും, എനിക്ക് അത് ഉറപ്പാണ്. അമ്മ ചോദിക്കും ഗായോ ഇതെന്താ എന്നും പറയത്തില്ല കേട്ടോ. ആ കുഴപ്പമില്ല അങ്ങനെ പറയും. ഇത് പൊങ്ങുന്നില്ല. വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആ സമയത്തായിട്ട് വിട്ടുള്ള ബ്ലൗസുകളൊന്നും എൻ്റെ ഇല്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ റെഫറൻസ് നോക്കിയപ്പോഴത്തേക്ക് അന്ന് ഇങ്ങനെ ഒരു രീതിയിലുള്ള ബ്ലൗസാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ആ രീതിയിലുള്ള ബ്ലൗസ് ഇല്ല, ഇവൻ അമ്മയുടെ കയ്യിലാണെങ്കിലും പോലും ഇല്ല. അപ്പോൾ ഞാൻ അമ്മയുടെ ഇതെനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10-30 വർഷമെങ്കിലും പഴക്കമുള്ള സാരിയാണ് കേട്ടോ ഇത്. അപ്പം ഈ സാരിയൊക്കെ ഞാൻ എടുത്തപ്പോഴത്തേക്ക് എൻ്റെ സ്റ്റൈൽ എങ്ങനെയുണ്ട് കിട്ടി കഴിഞ്ഞു. ഇപ്പം ഞാൻ ഇപ്പോൾ ആ ഒരു ലുക്കൊക്കെ വന്നില്ലേ, സത്യസന്ധമായിട്ട് പറയണം, ഇപ്പോൾ ആ ലുക്കൊക്കെ വന്നില്ലേ. അപ്പോൾ നോക്കിയേ, അപ്പം നമുക്ക് കുറച്ച് ഫോട്ടോ എടുത്താലോ. അപ്പം അതിന് വേണ്ടി കുറച്ച് പരിപാടിയുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും നമുക്ക് അടുത്തൊരു ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, അപ്പോൾ എന്നെ ലൈക്ക് അടിക്കണം, കമൻറ്റ് ഇടണം, എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും താഴെ വന്ന് കമൻറ്റ് ഇടണം. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെയാണോ വിചാരിച്ചത് അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു ലുക്ക് എനിക്ക് എൻ്റെ പേഴ്സണലി, കാരണം എൻ്റെ ഒരു കഴിവ് വെച്ചിട്ട് ഞാൻ എന്തൊക്കെയോ എനിക്ക് ഏകദേശം എന്നൊക്കെ ഞാൻ പറയും കേട്ടോ. അതിനുള്ളതൊക്കെ ഉണ്ട്, അതിനുള്ളതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഒരു സ്ഥിതി ആയതുകൊണ്ട് എനിക്ക് വലിയ എന്താ പറയുന്നത് റിസ്ക് എടുക്കേണ്ടതായിട്ട് വന്നില്ല. പക്ഷേ ഇപ്പം നോക്കിക്കേ നിങ്ങൾ അതുപോലെ തന്നെ ഇല്ലേ ഉള്ള സത്യം പറ. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ.